ഫുള്ള് ബസ്സും അതും ഇതെല്ലാം തടഞ്ഞിട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ രാജ്യം വിടണം, ഇല്ലാന്നുണ്ടല്ലേ ജനത മൊത്തം ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മിക്കവാറും ഇവിടെ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഞാൻ താമസിച്ച ഹോട്ടലിലെത്തി. ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടാണ് പോയിരുന്നത്. ഇവിടുന്ന് ബാഗ് എടുത്തിട്ട് നമുക്കിനിയിപ്പം ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് എനിക്ക് സെർബിയയിലെ ബെൽഗ്രേഡിലേക്കുള്ള എൻ്റെ ബസ്. താങ്ക് യു. ബൈ. ബൈ. താങ്ക് യു. ഞാൻ ഹോട്ടലിൽ നിന്ന് തന്നെ ഒരു ടാക്സി അറേഞ്ച് ചെയ്തു. ക്രിവൻ ടാക്സിയോ അങ്ങനെ എന്താ പറയുന്ന സംഭവം. ഹലോ. ഹായ്. താങ്ക് യു. നമ്മൾ ഈ ഓരോ രാജ്യത്ത് യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ യൂബറോ യാൻഡെക്സോ അല്ലെങ്കിൽ ഗ്രാബോ അങ്ങനെയുള്ള ഓൺലൈൻ ടാക്സികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സാധാരണ ടാക്സിക്കാരെടുക്കുമ്പോഴത്തേക്കിനും അവർ നമ്മളെ അറുത്ത് കൊല്ലും. അങ്ങനെയാണ് പൊതുവെ. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ കൊല്ലാതെ കൊണ്ടുപോകും. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ അവർ അറുത്ത് കൊല്ലും. ശരിക്കും അതുകൊണ്ടാണ് ഈ യൂബറും അതുപോലെയുള്ള ഓൺലൈൻ ടാക്സികളൊക്കെ ലോകം മുഴുവൻ പ്രശസ്തമായത്. അവർ കുത്തകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും അവരൊക്കെ ലോകം മുഴുവൻ പ്രശസ്തമായതിൻ്റെ മെയിൻ റീസൺ ഈ ടാക്സിക്കാർ അറിയാത്ത ആൾക്കാരെ വധിക്കും എന്നുള്ള ഒറ്റ റീസൺ കൊണ്ടാണ്. എന്തായാലും നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും ഞാൻ ഇനിയും വരും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാനിപ്പോൾ പോകുന്നത്. കാരണം ഇവിടെയൊക്കെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ KLT-UK യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു യൂറോപ്പ് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ, അതായത് യൂറോപ്പ് മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്ന വഴിയിൽ അല്ലാതെയും ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്. ബോസ്നിയയിലൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. ക്രൊയേഷ്യയിലുണ്ട് കുറേ സംഭവങ്ങളും. ഇനി പോകുന്ന സെർബിയയിലും എല്ലായിടത്തും ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇതൊക്കെ പ്രോപ്പർ സമയത്ത് സമ്മറിൽ വന്ന് ഒരു തവണ ഞാൻ എക്സ്പ്ലോർ ചെയ്യും. അതൊക്കെ നമ്മൾ പുസ്തകവുമാക്കും. ഞാൻ ഇന്നലെ വന്നിറങ്ങിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് സിറ്റിക്കുള്ളിൽ തന്നെയുള്ളൊരു ബസ് സ്റ്റാൻഡായിരുന്നു. പക്ഷേ ഞാൻ ഇന്നിവിടെ നിന്ന് സെർബിയയ്ക്ക് പോകുന്ന ബസ് പോകേണ്ട ബസ് സ്റ്റാൻഡ് സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലായിട്ടാണ്. അതായത് എയർപോർട്ടിൻ്റെ അടുത്തെങ്ങാണ്ടുള്ള ഒരു ബസ് സ്റ്റാൻഡിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ ടാക്സിയിൽ കയറി അരമണിക്കൂർ യാത്ര എടുത്തിട്ട് നമ്മളിവിടെ ബസ് സ്റ്റാൻഡിലെത്തി. അരമണിക്കൂർ യാത്രയ്ക്ക് എനിക്ക് ടാക്സിക്ക് ആയത് 20 ഇവിടുത്തെ രൂപയാണ്. 20 ഇവിടുത്തെ രൂപ എന്ന് പറയുമ്പോൾ 10 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 800 രൂപയാവും. അത് എനിക്ക് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ ട്രാം എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ പിന്നെ നടക്കണം ഈ ബസ് സ്റ്റാൻഡിലെത്താനായിട്ട്. പക്ഷെ അങ്ങനെ വരണമെങ്കിൽ എനിക്ക് 1 മണിക്കൂർ വേണമായിരുന്നു. ഒരു 1.5 മണിക്കൂർ എടുക്കുമായിരുന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. എന്തായാലേ ഒരു രാജ്യ തലസ്ഥാനത്തെ ബസ് സ്റ്റാൻഡാണ് സുഹൃത്തുക്കളെ. നോക്കൂ എന്താ അവസ്ഥ എന്നുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും നമ്മുടെ ബസ് സ്റ്റാൻഡ്, നമ്മളെ ബസ്സും സംഭവങ്ങളൊക്കെ എന്താ അടിപൊളിയാണ്. ഈ ബോസ്നിയയിലേക്ക് വന്നു പോകാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ബോസ്നിയയിലേക്ക് ട്രെയിനുകളില്ല. ആകെ ഉള്ളത് ബസ്സും പിന്നെ ഫ്ലൈറ്റുമാണ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് വരാൻ കുറച്ച് പാടുള്ള രാജ്യങ്ങളാണ് ഈ ബോസ്നിയ. ഇവിടുന്ന് സെർബിയയിൽ നിന്ന് മോണ്ടിനിഗ്രോ, ഇതൊക്കെ ബസ് മാത്രമേ ഉള്ളൂ. കുറച്ച് പാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട്. ആകെ 2 ബസ്സാണ് ഞാനിപ്പോൾ പോകുന്ന ബെൽഗ്രേഡിലേക്ക്. ഇവിടുന്ന് ഒരു ദിവസം ഉള്ളത് 2 ബസ്. സരയേവോ, ബെൽഗ്രേഡ്, ബിയോഗ്രേഡ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. റഷ്യൻ ഭാഷയായിട്ടൊക്കെ ഒരു സിമിലാരിറ്റി ചെയ്യുന്നുണ്ട് ഇവരുടെ സെർബിയൻ ഭാഷയ്ക്കെന്ന് എനിക്ക് തോന്നുന്നു. ബസ് സ്റ്റാൻഡിൻ്റെ ഓഫീസാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണാശുപത്രിയിലാണ് കയറിപ്പോയത്. അടിപൊളി. ബസ് സ്റ്റാൻഡിൻ്റെ ഓഫീസ് എവിടെ? ഇവിടുത്തെ ഇൻഫർമേഷൻ കൗണ്ടറിൽ പോലും ആരുമില്ല. ദൈവമേ, ഇനി ഇവിടെ തന്നെ ആയിരിക്കും ബസ്. ഇതിപ്പോൾ എങ്ങനെ എവിടെ പോയി അന്വേഷിക്കുക? ദൈവമേ, എങ്ങനെയാണ് ഒരു മനുഷ്യനില്ലാത്ത ബസ് സ്റ്റാൻഡ്? ദൈവമേ, എന്തുകൊണ്ടേ ഇത്? ഇവിടെ നിന്ന് ബസ്സൊന്നും ഇല്ലേ? ഇവിടെ ഒരു കൗണ്ടറിൻ്റെ കുറച്ച് ആൾക്കാരെ കാണാൻ ചോദിച്ചത്. ഹായ്, bus to Belgrade. I have a booking. 1 mark station tax. This one. Okay. Ticket online. Yeah, online. 1 mark station tax. 1 mark? Station. Okay. എന്തിനാണ് 1 mark ഇവിടെ കൊടുക്കണ്ടേ? Station tax. Okay. What time? 3. Okay. This for me? Okay. All good? Thank you. അകത്ത് കയറി ഒരു മാർക്കെന്നാണ് ഇവർ പറയുന്നത്. 1 mark. ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ 40 രൂപ ആയില്ലേ?
എൻ്റെ ഇത് 40 രൂപ വാങ്ങിച്ചു ഗൈസ്. സ്റ്റേഷൻ ടാക്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള, ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറുന്നതിന് വേണ്ടിയുള്ള ചാർജാണ് 40 എന്ന് പറയുന്നത്. നമ്മൾ വിമാന ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യത്തില്ലേ, അപ്പോൾ നമ്മൾ എയർപോർട്ട് യൂസർ ഫീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മളുടെ ടിക്കറ്റ് ചെയ്യുന്ന എയർപോർട്ടിൻ്റെ യൂസർ ഫീ ഒക്കെ അവരെല്ലാവരും വാങ്ങിക്കും. അത് നമ്മൾ അറിയാത്തതാണ്. അത് സ്പ്ലിറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് അറൈവൽ ഫീ, ഡിപ്പാർച്ചർ ഫീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ടൈപ്പ് ഹാൻഡ്ലിങ് ഫീസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചാർജ്. തായ്ലൻഡിലില്ല, മലേഷ്യയിലും വിയറ്റ്നാമിലും അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലെ പൈസ. പ്ലാറ്റ്ഫോം നമ്പർ 6 വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ തേരാപ്പാര ഇവിടെ ഇരിക്കുകയാണല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കോഫി ഓർഡർ ചെയ്തത്. ഒന്നുമില്ല, ഞാനിവിടെ കൊണ്ട് ബാഗൊക്കെ വെച്ച് ഇവിടെ നിന്നപ്പോൾ ആ കടല ചേട്ടൻ വന്ന് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാപ്പി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാപ്പി ഓർഡർ ചെയ്ത്. അപ്പോൾ ഇങ്ങനെയാണ് കാപ്പി, കേട്ടില്ല. ഇതൊരു കുഞ്ഞ് കാപ്പി, ഒരു ചെറിയൊരു കുഞ്ഞ് ഗ്ലാസ്സിലൊരു ഷോട്ടാണേ. അപ്പോൾ ഇവർ ഈ കാപ്പി കുടിക്കുന്നതിന് കൂട്ടത്തിൽ ഒരു ഗ്ലാസ് വെള്ളം തരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഓരോ സിപ്പ് കുടിക്കുന്നതിന് മുമ്പേയും നമ്മൾ ഈ വെള്ളം കുടിച്ച് നമ്മുടെ ടേസ്റ്റ് നോട്ട്സ് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ആ ഒരു അതേ ടേസ്റ്റ് ഇങ്ങനെ വീണ്ടും വീണ്ടും കിട്ടാതിരിക്കാൻ വേണ്ടി, പുതിയ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയായിരിക്കും അങ്ങനത്തെ സംഭവം തരുന്നത്. അതിനാണ് ബേസിക്കലി ഒരു ഗ്ലാസ് വെള്ളം തരുന്നത്. എൻ്റെ പൊന്നെ, ഇതാണോ വണ്ടി? അടിപൊളി. ഞാനിത് വലിയ ബസ്സൊക്കെയാണെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അല്ലല്ലേ? ബൽഗ്രേഡ്? ഓക്കെ. 3 മാർക്ക്. അതിനും കാശ് തന്നോ? ഒത്തിരി കാശാണല്ലോ. ഒരു ബാഗിന് വലിയ പൈസ. Is this okay? I don't have 3. I have only this. Is this okay? Nie ma fari 3. Nie masz 3 marki tu. Nie masz 3 marki. Vidi. I don't have. Marka. Yeah. 2, 20, 30. I don't have change. Okay? Okay. ഇതിന് അത്ര ഉണ്ടായിരുന്നുള്ളൂ ചില്ലറ. ഞാൻ വലിയ ബസ്സൊക്കെ ആയിരിക്കും എന്നാണ് കരുതിയത്. ഇതൊരു മെർസിഡസ് ബെൻസിൻ്റെ ഒരു സ്പ്രിൻറ്റർ വാൻ. ഇതിലാണ് ഞാൻ ബെൽഗ്രേഡിൽ നിന്ന് പോകുന്നത് സെർബിയയ്ക്ക്. അടിപൊളി. ഇതിനും പൈസ കുറവൊന്നുമില്ല. 10,000-3000 രൂപ വിലയുണ്ടേ. ഇവിടെ നിന്ന് 300 കിലോമീറ്റർ ഉണ്ട്. 300 കിലോമീറ്ററിന് ഇത് സമയം കൊടുത്തിരിക്കുന്നത് ഉച്ചയ്ക്ക് 3 മണിക്ക് കയറി രാത്രി 10 മണിക്ക് എത്തുമെന്നാണ് പറയുന്നത്. അതായത് 7 മണിക്കൂറുണ്ട്. 6-7 മണിക്കൂർ 300 കിലോമീറ്റർ. വളവും തിരിവുള്ള വഴിയല്ലേ. എന്താ അവസ്ഥയാണെന്ന് നോക്കി. നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കാം. ഞാൻ വണ്ടിക്കകത്ത് വന്ന് കയറിയിരുന്നു. ആ ചേട്ടന് 3 ഇവിടുത്തെ പൈസ 3 രൂപ കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ചില്ലറയില്ലായിരുന്നു. ഞാൻ ഉണ്ടായിരുന്ന ചില്ലറ പെറുക്കി കൊടുത്ത്. ആ കാപ്പി കുടിച്ച സമയത്ത് ആ ചേട്ടന് 2 മാർക്ക് ചേട്ടൻ ടിപ്പ് കൊടുത്തായിരുന്നു. അതാണ് പറ്റിപ്പോയത്. ഈ സ്പ്രിൻറ്ററിൻ്റെ വണ്ടികൾ കംഫർട്ടബിൾ ആട്ടോ, വലിയ മോശമൊന്നുമില്ല. അതിന് പുഷ് ബാക്ക് സീറ്റൊക്കെ ഉണ്ട് ഇതിന്. അങ്ങനെ സമയം 3 മണിയായി. നമ്മുടെ വണ്ടി വിട്ടു. സെർബിയയെ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് സിറ്റി വിട്ടിട്ട് നമ്മളിപ്പോൾ പതുക്കെ ആ ഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. ഇവിടത്തേക്ക് സാധാരണ വീടുകളൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മൾ ഇത്രയും ദിവസം കണ്ട യൂറോപ്പിൻ്റെ ആ ഒരു ചാമൊന്നും വീടുകൾക്കില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല സെറ്റപ്പൊക്കെ തന്നെയാണ്. എന്നാൽ ആ ഒരു അത്ര ലക്ഷറി ഫീലൊന്നും വീടുകൾക്കൊന്നുമില്ല. വളരെ ഭംഗിയുള്ള, വളരെ മനോഹരമായിട്ടുള്ള, നല്ല കുന്നും മലകളും കാടും ഒക്കെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഓസ്ട്രിയ മുതൽ ഞാൻ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ലൊവേനിയയൊക്കെ ഞാൻ കരുതിയതിലും മച്ച് ബെറ്റർ ആയിരുന്നു. ഇപ്പോൾ ഞാൻ കാണുന്ന ഈ ബോസ്നിയയുടെ ഈ മലകളും പർവ്വതങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളും അതും മനോഹരമാണ്. നമ്മുടെ ബോസ്നിയയിലെ സരയൂ ആ ഒരു നഗരത്തിൻ്റെ കാഴ്ചയാണ് നമുക്കിപ്പം ഇടതുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ബോസ്നിയ എന്ന് പറഞ്ഞ രാജ്യം ഒരു ജെറുസലേം ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ 3 മതക്കാരും നല്ല അടിപൊളിയായിട്ട് ഈക്വലായിട്ട് ജീവിച്ചു പോകുമായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം 47% മുസ്ലിംസും 49% വരുന്ന ആൾക്കാർ ക്രിസ്ത്യാനികളുമാണ്. അതിനകത്ത് തന്നെ മുസ്ലിങ്ങൾ മെജോറിറ്റി ആയിരുന്നു. അവരെ കുറേ കൊന്നൊടുക്കി ആ ജനസൈഡിൻ്റെ കാലഘട്ടത്തിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. പണ്ട് ജൂതന്മാരെ ഇവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ എല്ലാം കൊന്നു കളഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നിർബന്ധിതമായിട്ട് പല രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാക്കി. അങ്ങനെ യൂറോപ്പ് മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൂട്ടക്കൊലകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും.
ഗ്രാമങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണല്ലോ, എന്ത് രസമല്ലേ വീടുകളൊക്കെ കാണാനായിട്ട്. കുഞ്ഞു കുഞ്ഞു വീടുകൾ, ഭയങ്കര വലിയ സ്ഥലത്ത് ചെറിയ ചെറിയ വീടുകൾ ഇങ്ങനെ പണിത് വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ. ശരിക്കും ബാൽക്കൻ മലനിരകൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മലനിരകളാണ്. നമ്മൾ ആൽപ്സ് പർവ്വതങ്ങൾ പോലെ ഫുൾ മഞ്ഞ് വീണ് കിടക്കുന്ന മലനിരകളായിരിക്കത്തില്ല. താഴെ ഒരു കുതിര ഓടുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ഇടുങ്ങിയ വഴിയാട്ടോ, കുഞ്ഞ് റോഡാണ്. നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന പോലത്തെ അല്ല വയനാടൊക്കെ പോകുന്ന പോലത്തെ ചെറിയ ഇടുങ്ങിയ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വെറുതെ അല്ല, കുറേ അധികം ടൈം എടുക്കുന്ന ഈ യാത്രയ്ക്ക്. നമ്മളിപ്പോൾ ഏതോ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ കുറേ സ്ഥലത്ത് സ്നോ ഒക്കെ വീണ് കിടപ്പുണ്ട്. സൊക്കോലാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. സൊക്കോലാക്ക്, ആ സൊക്കോലാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി. ഏതോ ഒരു ഗ്രാമമാണ് ബോസ്നിയയിലെ. ആ ഗ്രാമത്തിൽ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കുറേ വീടുകളൊക്കെ എനിക്ക് കാണാം. ആ വീടുകളുടെയൊക്കെ നടുക്കായിട്ട് ഒരു ചെറിയ ഒരു ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ വന്ന ഏക ബസ്സാണ് നമ്മുടെ ബസ്. എന്തായാലും അത് ആലോചിക്കുക. ശരിക്കും ഇതൊക്കെ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ പോയാൽ പോലും ഇത്രയും ചെറിയ സെറ്റപ്പുകളൊന്നും കാണത്തില്ല. ഇതൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ യൂറോപ്പ് ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ തോന്നിപ്പോവും പലതും. എനിക്ക് മൂത്രം ഒഴിക്കണമായിരുന്നു. ഞാൻ അവിടെ ടോയ്ലറ്റിൽ പോയപ്പോൾ 1 മാർക്ക് തരാൻ പറഞ്ഞു. എൻ്റെ ചില്ലറ ഇല്ലായിരുന്നു. 10 മാർക്കിൻ്റെ എടുത്ത് കൊടുത്ത് അന്നേരം ചേട്ടൻ പറഞ്ഞു പൊക്കോ മോനെ അകത്തോട്ട്, മൂത്രം ഒഴിച്ചിട്ട് എൻ്റെ കയ്യിൽ ബാക്കി തരാൻ ചില്ലറ ഇല്ലയെന്ന് പറഞ്ഞു. പുറത്ത് നല്ല തണുപ്പായി, നമുക്ക് അകത്ത് തന്നെ കയറിയിരിക്കാം. ഇപ്പം എനിക്ക് ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനൊന്നും വയ്യ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ബ്രേക്കിന് ശേഷം വണ്ടി വിട്ടു. സമയം ഇപ്പം 4:45. ഒരു 10-15 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കിനും നേരെ വിരിട്ടും. നമ്മളിപ്പോൾ ഇനിയിപ്പം സെർബിയയിലേക്ക് കയറുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് വീണ്ടും പോകുമ്പോൾ ബോർഡർ കൺട്രോൾ ഉണ്ടാവും. അവിടെയൊക്കെ ഇമിഗ്രേഷൻ ഉണ്ട്. നമ്മൾ പാസ്പോർട്ടൊക്കെ കാണിച്ച് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് ബോസ്നിയ, അതേപോലെ തന്നെ മാസിഡോണിയ, പിന്നെ നമ്മളിപ്പോൾ പോകുന്ന സെർബിയ, കൊസോവോ, അങ്ങനെയുള്ള പല രാജ്യങ്ങൾക്കും നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് പോകാവുന്നതാണ്. നമ്മൾ വീണ്ടും ഒരു 10 മിനിറ്റ് ബ്രേക്കിനായിട്ട് വണ്ടി നിർത്തി. ഇവിടുത്തെ മറ്റൊരു ബസ് സ്റ്റാൻഡിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു പാലം കണ്ടോ? ആ പാലത്തിനപ്പുറത്ത് സെർബിയാണ്. മനസ്സിലായോ? ഇത് നടക്കുന്ന പാലമാണ്, വണ്ടി പോകുന്ന പാലമല്ല, ഇത് നടന്നു പോകുന്ന പാലമാണ്. ഈ പാലം എന്ന് പറയുന്നത്, ഇവിടെ ഒരു നദിയുണ്ട്, ദ്രിന എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. ആ നദിയുടെ അപ്പുറത്ത് സെർബിയ. അതായത് ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യാൻ തോന്നുന്നില്ല. ഈ സൈഡിൽ നദിയുടെ തീരത്തൂടെ കുറേ ദൂരം നമ്മൾ വണ്ടിയിൽ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ശേഷമേ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവർണിക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ കുറേ ബസ്സുകളൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ബോസ്നിയെന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒക്കെ പോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, ബസ്സുകളാണെന്ന് തോന്നുന്നു. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തൂടെ ഈ പാലത്തിന് മുകളിൽ കയറിയിട്ട് നമുക്ക് രാജ്യം കടന്ന് അപ്പുറത്ത് പോകാനുള്ള എന്തോ സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാട്ടോ നമ്മുടെ വണ്ടി, കോണ്ടോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ കോണ്ടോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ വണ്ടി. ഇവന്മാർ രണ്ടുപേരും തുർക്കിയിൽ നിന്നുള്ള ആൾക്കാരാണേ. അവന്മാർ എവിടെ വണ്ടി നിർത്തിയാലും അന്നേരം ഇറങ്ങി ഒരു 3-4 സിഗരറ്റ് അങ്ങോട്ട് കത്തിക്കും. അയ്യോ ഒന്നും പറയണ്ട. അമ്മമാരെന്നിട്ട് വണ്ടിക്കകത്ത് കയറുമ്പോഴത്തേക്കും വണ്ടിക്കകത്ത് മൊത്തം പാടയാണ്. ഇവിടെ ഒരിടത്ത് വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങിയിട്ട് ഇമിഗ്രേഷൻ ചെയ്തു. നമ്മൾ ഈ രാജ്യത്ത് നിന്ന് എക്സിറ്റ് ആയി. അപ്പോൾ ഇനി ഈ പാലം കടന്ന് അപ്പുറത്ത് പോയിട്ട് നമ്മുടെ ബോസ്നിയ അല്ലല്ലോ, ഇത് ബോസ്നിയ ആയിരുന്നു, അത് സെർബിയ ഇമിഗ്രേഷൻ ചെയ്യും. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വേറെ ബാഗ് ചെക്കിങ്ങോ വണ്ടി ചെക്കിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഫ്രീ ടു മൂവ് ആണല്ല. ഇപ്പോൾ നമ്മൾ ദ്രിന നദി കുറുകെ കടന്ന് നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പ്രവേശിക്കുകയാണ് സുഹൃത്തുക്കളെ. ബോർഡ് റിപ്പബ്ലിക് ഓഫ് സെർബിയ, വെൽക്കം. അങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് ഇമിഗ്രേഷൻ ചെയ്ത് കഴിച്ചു. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നില്ല. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി. അപ്പോൾ അകത്തൊരു ഇമിഗ്രേഷൻ ഓഫീസർ വന്ന് പാസ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാവരുടെയും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ തുർക്കിക്കാരെ വിളിച്ച് പുറത്തിറക്കി. അവരവിടെ പുറത്ത് നിൽപ്പുണ്ട് ഇപ്പോഴും, എന്താണെന്നറിയത്തില്ല. പിന്നെ വേറെ 1-2 പേരെ വിളിച്ച് പുറത്ത് കൊണ്ടുപോയി എന്തൊക്കെയോ ചോദിക്കാൻ പിടിക്കുക. അവരവിടെ നിർത്തിയിരിക്കുക. എപ്പോഴും എന്നോടൊന്നും ചോദിച്ചില്ല. എന്നോട് പാസ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് ഒന്നും ചോദിച്ചില്ല. തിരിച്ച് പാസ്പോർട്ട് ഇപ്പോൾ അയാൾ തന്നെ കൊണ്ട് തന്നു. എന്നിട്ട് യു സ്പീക്ക് ഇംഗ്ലീഷ് മൈ ഫ്രണ്ട് ഞാൻ പറഞ്ഞു. അതെന്ന് പറഞ്ഞു മൈ കൊളീഗ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ യുവർ പാസ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് എൻട്രി സ്റ്റാമ്പിന് വരെ എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ചു തന്നു. എന്നിട്ട് അവരത് തന്നെ ക്യാൻസൽ ചെയ്തിട്ട് വേറെ സ്റ്റാമ്പ് വീണ്ടും അടിച്ചു. ഇനി അത് വേറെ എവിടെയെങ്കിലും വള്ളിയാവുമെന്ന് എനിക്കറിയില്ല. കൊണ്ടു തന്ന്
തിരിച്ചു വന്ന് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറയാനും ഇല്ല. അടിപൊളി. നല്ല. ഇനി ആ തുർക്കിക്കാരെ എന്തിനാ പിടിച്ചു വെച്ചേക്കുന്നത് അറിയത്തില്ല, നോക്കട്ടെ. നമ്മുടെ വണ്ടി അങ്ങനെ അവിടെ നിന്ന് വിട്ടാൽ തുർക്കിക്കാരെ കയറ്റിയില്ല കേട്ടോ. അവന്മാരെ കയറ്റിയില്ല, അവന്മാരെ തിരിച്ചു വിട്ടു. എന്താ സംഭവം എന്നറിയത്തില്ല. അവന്മാർ ആകെ ഒരു പശപ്പശ ലുക്കുണ്ടായിരുന്നു വണ്ടി കയറിയപ്പം പോലെ. എന്താ സംഭവം എന്നറിയത്തില്ല. അവന്മാരുടെ ഒരു ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്മാരെ കയറ്റിയില്ല, അവന്മാരവിടെ ഇറക്കി വിട്ടു. നമ്മളെ വണ്ടി വിട്ടു. വന്നിട്ട് സമയം രാത്രി 8:30. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ 20 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി നിർത്തി. റെസ്റ്റോറൻ്റാണ്. ഞാൻ അകത്ത് ഉറങ്ങിക്കൊണ്ടിരുന്നത്, എന്തോ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഉറക്കമായിരുന്നു. എന്തെങ്കിലും പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഈ ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ പറയാം, അകത്ത് കയറിയിട്ട് വരാം. അവരുടെ ID കാർഡ് എന്തോ നഷ്ടപ്പെട്ടു. അവർ വേറെ രാജ്യത്ത് ഉപയോഗിക്കുകയായിരുന്നു. അവരുടെ സാധനമൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ട് അവർ തിരിച്ചു വരുമായിരുന്നു. അതായിരുന്നു അവരുടെ പ്രശ്നം. ഫിഷൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതിനെ കുക്ക് ചെയ്തൊക്കെ തരുമോ? ഇവിടെ അകത്ത് കളിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അകത്ത് മൊത്തം പുകയാണല്ലോ. എന്താ പുക എന്നറിയത്തില്ല. എന്തായാലും ആൾക്കാർ ബിയറൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ലായിട്ടിരിക്കുകയാണ്. ഞാൻ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ നേരി നോക്കിയപ്പോഴത്തേക്കിനും എല്ലാം ടൈം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബർഗർ തരാമെന്ന് പറഞ്ഞു. ബട്ടർ കിട്ടുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അല്ലാണ്ട് തന്നെ അയ്യാ, ഇതിനകത്ത് മൊത്തം സിഗരറ്റിൻ്റെ പുകയാണ്. എനിക്കാണെങ്കിൽ ഉണ്ട്. അല്ലെ തന്നെ എനിക്ക് വണ്ടിക്കകത്ത് ഇരുന്നിട്ട് ആകെ സഫക്കേറ്റഡ് ആയിരിക്കുകയാണ്. ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. പുറത്തിരിക്കാന്ന് വെച്ചാൽ തണുക്കും. ഇതാണ് 700 രൂപയുടെ എൻ്റെ ഫുഡ്. ദൈവമേ, എന്തോന്നടേ ഇത്. അടിപൊളി, നല്ല ബെസ്റ്റ് സാധനം, നല്ല മൂല്യ ഫുഡ്. ആ ബർഗർ മൊത്തം കഴിച്ച് തീർക്കാൻ ഈ ബസ് ഡ്രൈവർ എന്നെ സമ്മതിച്ചില്ല. ഇയാളാണെങ്കിൽ 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും വന്ന് വണ്ടി എടുത്തു. എനിക്ക് മനസ്സിലായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇങ്ങനൊരു ബർഗർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. നമുക്കിനി ഒരു 100 കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് ബെൽഗ്രേഡ് എത്താനായിട്ട്. അതുപോലെ ഏതുണ്ടോ വലിയ ഷോപ്പിംഗ് ഏരിയ ഒക്കെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ ബെൽഗ്രേഡ് എത്തി. ബെൽഗ്രേഡ് രാത്രി 10 മണിയായി. ഡ്രൈവർ വന്നിട്ട് ഫിനിഷ് എന്നൊക്കെ പറഞ്ഞു. ഫിനിഷ്. ബാഗ് എടുക്കട്ടെ. താങ്ക് യു. അങ്ങനെ നമ്മൾ എത്തിയത് ബെൽഗ്രേഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക സ്ഥലത്താണ്. സെർബിയയുടെ തലസ്ഥാനമാണ് ബെൽഗ്രേഡ് എന്ന് പറയുന്നത്. ഇവിടുന്ന് കുറേ സ്ഥലത്തേക്കുള്ള മോസ്റ്റേഴ്സ് ബെൻസിൻ്റെ വണ്ടികളൊക്കെ കിടപ്പുണ്ടല്ലോ. ഇതൊക്കെ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ഇതിന് ലോക്കൽ ബസ് സ്റ്റാൻഡ് വല്ലതും ആണോ? ഇത് എന്താ സംഭവം ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇത് എവിടെയാണ് വന്നിരിക്കുന്നത് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഏതൊരു ബസ് സ്റ്റാൻഡാണെന്ന് മാത്രം അറിയാം. ഞാൻ വരുന്ന വഴിക്ക് ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പോഴാണ്, ഞാൻ എല്ലാം ഹോട്ടലുകളൊക്കെ ലാസ്റ്റ് ടൈമാണ് ബുക്ക് ചെയ്യുന്നത്. ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു. ആ ഹോട്ടൽ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ഇത് എങ്ങനെ ഇറങ്ങിപ്പോകുന്നത്, ഇതിൻ്റെ എക്സിറ്റ് എവിടെയാണ്? ഈ ഭാഗത്തോട്ടാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. നമ്മൾ ഇതുവരെ കണ്ട ബാൽക്കൻ രാജ്യങ്ങൾ പോലെ അല്ല കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ബാൽക്കൻ രാജ്യങ്ങളിൽ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്ഥലം ആണെന്നാണ് എനിക്ക് കണ്ട ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ കാണുമ്പോൾ തോന്നുന്നത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡുകളൊക്കെ ആണെങ്കിൽ നോക്കി, നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് എക്സിറ്റ് എവിടെയാണെന്ന് എനിക്കൊരു കുന്തവും കിട്ടുന്നില്ല. ഇത് ടാക്സി കിട്ടുന്ന സ്ഥലമോ ഇല്ലെങ്കിൽ ഇത് എന്താ സംഭവം, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഈ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴിയില്ലെന്നേ. ഫുൾ ഇതുപോലെ ഗ്ലാസ് ഇട്ട് അടച്ച് മൂടി വെച്ചിരിക്കുകയുണ്ടല്ലേ. പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴി പോലും കാണുന്നില്ല. കേട്ടോ, എന്ത് സെറ്റപ്പാണ് ഇത്. ടാക്സി ഓക്കെ താങ്ക് യു. ഇവിടെ ടാക്സിക്ക് അത്യാവശ്യം നല്ല കത്തി കേട്ടോ. 5 കിലോമീറ്റർ പോകാനായിട്ട് 1240 എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം 800 രൂപ ഒക്കെയാണ് ഇതൊന്ന് കാണിക്കുന്നത്. എൻ്റെ പൊന്നു, ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നമ്മുടെ കറൻസി ഒന്നുമില്ല. കറൻസി ഉണ്ടോ, ആപ്പിൾ പേ ഉണ്ടെങ്കിലുള്ള ബെനിഫിറ്റ് കണ്ടില്ലേ. ആപ്പ് വഴി സിമ്പിളായിട്ട് നമുക്ക് പേ ചെയ്യാം. കാർഡ് എൻ്റർ ചെയ്യേണ്ട, പിൻ എൻ്റർ ചെയ്യേണ്ട, ഫേസ് ID വെച്ചിട്ട് സംഭവങ്ങളൊക്കെ പൊക്കോളും. എൻ്റെ കയ്യിൽ ഇവിടുത്തെ പൈസ ഒന്നുമില്ല കയ്യിൽ. പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബസ്സോ വല്ലതും എടുത്തിട്ട് പോകായിരുന്നു. പക്ഷെ ബസ്സിൽ 3/4 മണിക്കൂർ എടുക്കും. എന്നാലും ഇറ്റ്സ് ഓക്കെ, നോ താങ്ക്സ്. പോട്ടെ സാറില്ലേ, എന്നിട്ട് യാൻഡെക്സ് വഴി ബുക്ക് ചെയ്ത് ചേട്ടാ. എനിക്ക് ചേട്ടന് തരാൻ പൈസ ഇല്ല. ഞാൻ ചേട്ടൻ്റെ കൂടെ വരികയാണെങ്കിൽ. പുറത്ത് -4 -4. എൻ്റെ അമ്മയും -4. നല്ല തണുപ്പുണ്ടല്ലോ ഇന്ന്. ഹോട്ടൽ ബാൽക്കൻ. യെസ്, താങ്ക് യു. Goodbye, my friends. താങ്ക് യു. Good luck. Yeah, you too. Thank you. Yeah, sure. I'll do that. Thank you. Goodbye. Yeah. Thank you. Good night. ഞാനേ ആ കാറിൽ ഇവിടെ വരെ വരുന്ന വഴിക്ക് ഞാൻ പുറത്തെ കാഴ്ചകൾ കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച ഒരു ബെൽഗ്രേഡ് അല്ല ഇത്. ഇത് നമ്മൾ ഫ്രാൻസിൽ പാരീസ് നഗരമില്ലേ, ഏകദേശം അതേപോലെയൊക്കെ തന്നെയുണ്ട് ഗൈസ്. പാരീസ് നഗരം പോലെയൊക്കെ തന്നെയുണ്ട്. എനിക്കിവിടുത്തെ കെട്ടിടങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കണ്ട് ഞാൻ സത്യമായി ഞെട്ടിപ്പോയി. ഞാൻ ഇതുവരെ പോയ ബാൽക്കൻ രാജ്യങ്ങളിൽ വെച്ചിട്ട് ദ മോസ്റ്റ് മോഡേൺ സിറ്റി അതാണ് ബെൽഗ്രേഡ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ പുറകിൽ കാണുന്ന
ഹോട്ടൽ ബാൽക്കൻ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ് ഞാൻ ഇന്ന് രാത്രി താമസിക്കുന്നത്. റൂമിലേക്ക് പോയിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇവിടെ അത്യാവശ്യം രാത്രി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ തൊട്ട് മുമ്പിൽ ഹോട്ടൽ മോസ്കോ ആണ് കാണുന്നത്, അതായത് ഹോട്ടൽ മോഗ്ബ എന്നെഴുതിയിരിക്കുന്ന ഹോട്ടൽ മോസ്കോ. അവിടെ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റൂം എടുക്കാറുള്ളത്. പക്ഷേ ഭയങ്കര ഒരു നല്ല റിവ്യൂസൊക്കെ ഉള്ളൊരു അടിപൊളി ഹോട്ടലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പുറത്തെ ആംബിയൻസ് ഒക്കെ എന്തായാലും മൊത്തത്തിൽ അടിപൊളിയാണ്. രാത്രി ഇപ്പോൾ 10:30 നല്ല വൈബൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അകത്തേക്ക് പോട്ടെ. സോ ദിസ് ഈസ് അവർ ഹോട്ടൽ ഫോർ ടു നൈറ്റ്. ഹായ്, വേർ ഈസ് ദ ഹോട്ടൽ റിസപ്ഷൻ? ഓക്കെ, താങ്ക് യു. മുകളിലാണ് റിസപ്ഷൻ. ഇത് അടിപൊളി ഹോട്ടലാണല്ലോ, വൺ സെറ്റപ്പാണല്ലോ. ഇതിൻ്റെ റിസപ്ഷൻ എവിടെയാണ്? ഇത് റെസ്റ്റോറൻ്റ് ആണല്ലോ. പടച്ചവനെ, റിസപ്ഷനൊന്നും കാണുന്നില്ല. എന്തുവാണ് ഇത്? റൂംസ് എന്നും പറഞ്ഞുകൊണ്ട് മേളിലേക്കാണല്ലോ കാണിക്കുന്നത്. ഇനി ഹോട്ടൽ ബാൽക്കൻ എന്നും പറഞ്ഞുകൊണ്ട് ഇത് റെസ്റ്റോറൻ്റ് ആണോ സെറ്റപ്പ്? ഞാൻ അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങിയത് എന്താ കുന്തോന്ന് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ എൻട്രൻസ് വേറെ എവിടെയോ ആണെന്ന് തോന്നുന്നു. പോയി നോക്കട്ടെ. ഓ, ഇവിടെ ആയിരുന്നല്ലേ ഇതിൻ്റെ എൻട്രൻസ്. കൊള്ളാം. ഞാൻ അപ്പുറത്ത് എവിടെയോ കറങ്ങി. ഹലോ, ഹൗ ആർ യു? ഇറ്റ്സ് ഓക്കെ. ഇവരിവിടെ 100 യൂറോ 120 യൂറോയ്ക്കാണ് റൂമിന് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് 5000 രൂപയ്ക്കാണ് മുറി കിട്ടിയത്. ഞാൻ ലാസ്റ്റ് സമയം ബുക്ക് ചെയ്തുകൊണ്ടായിരിക്കും 5000 രൂപയ്ക്ക് മുറി കിട്ടിയത്. ഞാൻ ഒരു സിംഗിൾ റൂമാണ് ആക്ച്വലി ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ഞാൻ നിനക്ക് അപ്ഗ്രേഡ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ചുണ്ട് പൊട്ടി, എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പതറുന്നുണ്ട്. ശരിയായി വന്നാ തൊണ്ട. എന്നിട്ട് ഇന്ന് വീണ്ടും വണ്ടിക്കകത്തിരുന്ന് ആകെ മതിയായി. സെറ്റപ്പ് ഹോട്ടലാട്ടോ, 401 402 403. അടിപൊളി, നല്ല സെറ്റപ്പ് കുട്ടപ്പൻ ഹോട്ടൽ. എനിക്കിഷ്ടപ്പെട്ട്. എന്ത് കിട്ടില്ല ഹോട്ടലല്ലേ, ഒരു റോയൽ പാലസിലെ റൂം പോലെ ഉണ്ട് കണ്ടിട്ട് അല്ലേ. അടിപൊളി. ബാത്റൂമും സൂപ്പറാണല്ലോ മോനെ. ഇതെന്തായാലും 5000 രൂപയ്ക്ക് ലോട്ടറി ലാഭം. ഇത് കണ്ടോ, നമ്മൾ ഗൾഫിലൊക്കെ ഉള്ളതുപോലെ തന്നെ ആ സെറ്റപ്പ് ഇവിടെയുണ്ട്. പിന്നെ ഇത് പൊളിച്ച്, ഇത് കുളിക്കാൻ വേണ്ടി ഷവർ ഏരിയ, ഇത്രയും ഭയങ്കര സെറ്റപ്പ്. ഇത് നല്ല കിട്ടുന്ന സെറ്റപ്പാണോ? ഇത് യൂറോപ്പിലൊക്കെ ഇത്രയും നല്ലൊരു മുറി 5000 രൂപയ്ക്ക് കിട്ടാന്ന് പറയുന്നത് അത് ഭയങ്കര ലോട്ടറിയാണ്. എൻ്റെ പൊന്നു, ഞാൻ ഇന്നലെ താമസിച്ച കച്ചറ മുറി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അതിന് 6000 രൂപ ഉണ്ടായിരുന്നു. ഇവിടെ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുന്നത് മുറി എടുക്കുന്ന കാര്യത്തിലാണ്. റൂംസ് ഒരു രക്ഷയില്ല. ഹോട്ടലിൽ ചെന്ന് ബാഗെല്ലാം വെച്ചിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനിട്ടിട്ട് ഞാൻ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചെന്ന് ഇറങ്ങിയതാണ്. എന്താണ് ഇവിടെ നിയർ ബൈ കാഴ്ചകൾ എന്ന് നമുക്കൊന്ന് പോയി നോക്കാമല്ലോ. സത്യം പറഞ്ഞാണല്ലോ, ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് ഹായ് ബ്രോ, നൈസ് ടു മീറ്റ് യു. യെസ്, നല്ല ആൾക്കാരാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഹോട്ടൽ ബാൽക്കൺ, ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റോഡിൽ ആൾക്കാർ ട്രാഫിക്കിൽ വണ്ടി നിർത്തിയിരിക്കുകയായിരുന്നല്ലേ. ഞാനിത് പാർക്ക് ചെയ്തിരിക്കുകയെന്ന് കരുതി ഞാനിങ്ങോട്ട് ഇറങ്ങി വന്നത്. ഞാനിവിടെ ഇന്ന് രാത്രി താമസിച്ച് നാളെ രാവിലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്നൊക്കെ കരുതി ഇരിക്കുകയായിരുന്നു. ഞാൻ മിക്കവാറും നാളെ ഒരു ദിവസം കൂടെ ഞാനിവിടെ നിൽക്കും, അല്ലെങ്കിൽ നിൽക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ എങ്ങനെയാണ് വൈബ് എന്താണെന്ന് നോക്കട്ടെ, എനിക്കറിയത്തില്ല. നാളെ തീരുമാനിക്കാം. ഇവിടെ ഒരു പെട്ടിക്കടയുണ്ട്. ഒരു പെട്ടിക്കടയിൽ വന്നിട്ട് കാർഡ് ടാപ്പ് ചെയ്തിട്ട് ഞാനൊരു വെള്ളം വാങ്ങിച്ചു. ഒരു അപ്പൂപ്പനാണ്. താങ്ക് യു. അപ്പം വരെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. നല്ല ആൾക്കാരാവട്ടെ ഇവിടുത്തെ. ഹോട്ടലേ ഇത്രയും വലുതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കുപ്പി വെള്ളം പോലും ഫ്രീ ആയിട്ട് കിട്ടില്ല. വെള്ളം വാങ്ങണമെങ്കിൽ ഈ ഹോട്ടൽ റൂമിൻ്റെ ബില്ലിൻ്റെ പകുതി പൈസ കൊടുക്കേണ്ടി വരും. പടച്ചോനെ, തണുപ്പത്ത് രാത്രിയിൽ ആൾക്കാരിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നു. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇത് മറ്റേ ഇ സിഗരറ്റിൻ്റെ കടയാണ്. ലിമിറ്റഡ് ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇവിടുത്തെ കറൻസി എന്താണെന്നറിയോ? RSD എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. അതായത് സെർബിയൻ ദിനാർ എന്നാണ് ഇവരുടെ കറൻസിക്ക് പറയുന്നത്. സെർബിയൻ ദിനാർ, അതായത് 1000 സെർബിയൻ ദിനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം 750 ഇന്ത്യൻ രൂപയാണ് സെർബിയൻ ദിനാർ. യൂറോപ്പിലൊരു രാജ്യത്ത് ദിനാർ കറൻസി ആയിട്ടുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മളെ ഇന്ത്യക്കാർക്ക് ഇവിടെ വരാനായിട്ട് വിസ എടുക്കണം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്ക് ഒരു ഷെങ്കൻ വിസ മൾട്ടിപ്പിൾ എൻട്രി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ UK, US ഇതുപോലെയുള്ള രാജ്യങ്ങളുടെ ലോങ് ടേം മൾട്ടിപ്പിൾ എൻട്രി വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 180 ഡേയ്സിൽ 90 ദിവസം ഇവിടെ നിൽക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടും. അതായത് നിങ്ങൾക്ക് വിസ ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വരാം. പ്രത്യേകിച്ച് വിസ എടുക്കണ്ട. നേരെ വന്നു കഴിഞ്ഞാൽ ആ വിസ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എൻട്രി കിട്ടും. അതുകൊണ്ട് അത്തരത്തിൽ പല ആൾക്കാരും സെർബിയയിലേക്ക് ഷെങ്കൻ വിസയൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് ചാടാൻ ശ്രമിക്കാറുണ്ട്. ബിക്കോസ് ഇവിടെ നിന്ന് നേരെ ഹംഗറിയിലേക്കോ മറ്റ് ഷെങ്കൻ രാജ്യങ്ങളിലേക്കോ ഒക്കെ ഈസി ആയിട്ട് ചാടുന്നതിന് വേണ്ടി
മറ്റെന്തോ ഡോങ്കി അങ്ങനെ എന്തോ റൂട്ടെന്നൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കുറേ ആൾക്കാർ ഇന്ത്യക്കാർ ഇവിടേക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ കാരണം ശരിക്കും വരുന്ന ടൂറിസ്റ്റുകൾ സത്യം പറഞ്ഞാൽ പെടാറുണ്ട് ഇമിഗ്രേഷനിലൊക്കെ എന്ന് കേട്ടിട്ടുണ്ട്. സെർബിയൻ ഇമിഗ്രേഷൻ കുറച്ച് സ്ട്രിക്റ്റാണ്, പ്രത്യേകിച്ച് വിമാനത്തിൽ വരുമ്പോഴത്തേക്കിനും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നേരത്തെ എന്തോ ഭയങ്കര തിരക്ക് ഞാൻ കണ്ടായിരുന്നല്ലോ. എന്തിനായിരിക്കും ഇവിടെ തിരക്ക് കാണുന്നത്? ഇതെന്തോ ഒരു ഫുഡിൻ്റെ സ്ഥലമാണ്. യു ടേക്ക് കാർഡ് റൈറ്റ്? ഡു യു അക്സെപ്റ്റ് കാർഡ്? ഫ്രഞ്ച് ഫ്രൈസ് വയ്ക്കുന്ന കടയാണ്. ഇതുണ്ടോ, ഇത് ഉരുളക്കിഴങ്ങാണ് ഇട്ടിരിക്കുന്നത് കേട്ടല്ലേ, ചാക്കണക്കിന് ഉരുളക്കിഴങ്ങ് ഇട്ടിരിക്കുന്നു. അവിടെ ഫ്രഞ്ച് ഫ്രൈസ് അവരിങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈസിനകത്ത് ചിക്കൻ്റെ എന്തോ സാധനം ഇട്ടിട്ട് ഇതേപോലെ പല സോസൊക്കെ ഉണ്ട്. ഈ സോസൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി തരും. അത് ഇങ്ങനെ ഈ സാധനത്തിൽ തരും. ഫ്രഞ്ച് ഫ്രൈസ് മാത്രം വിൽക്കുന്നൊരു കട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഇവിടുത്തെ ഏതോ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഏരിയ ആണെന്നാണ് തോന്നുന്നത്. രാത്രി ആയപ്പോഴത്തേക്കിനും എല്ലാം അടച്ചു. നമുക്ക് നാളെ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കട്ടെ. ഇനി ഞാൻ വരേക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തുകൊണ്ട് കഴിക്കാം. അവിടെ അകത്തൊരാൾ നിന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും എല്ലാം കൂടെ ചേർത്ത് സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ട് തരുന്നുണ്ടോ? താങ്ക് യു. ഇതാണ് സംഭവം. ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും കൂടെ ഒരു കോൺ ഷേപ്പിൽ ഐസ്ക്രീം രൂപത്തിലുണ്ടാക്കി തന്നിരിക്കുകയാണ്. പുറത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര തണുപ്പാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല. ഇന്നിനി തണുപ്പത്ത് ഞാനവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ ഞാൻ കടന്നു പോകും. എൻ്റെ തൊണ്ടയും സംഭവങ്ങളൊക്കെ റെഡിയായി ശരിയായി വരുന്നതേ ഉള്ളൂ. ഇത് കൊള്ളാം കേട്ടോ, നല്ല മണം. ഇത് കൊള്ളാം കേട്ടോ, ശരിക്കും നല്ല ടേസ്റ്റ്. നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ഫ്രൈ ചെയ്ത് എന്താ പറയുക, സോഫ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ചിക്കനാണല്ലോ, നല്ല ടേസ്റ്റ്. കൊള്ളാം കേട്ടോ, സംഭവം അടിപൊളിയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ രാവിലെ ഭയങ്കര ഡൗണാണ്. വീട്ടിൽ വിളിച്ച് ശ്വേതയായിട്ടൊക്കെ സംസാരിച്ചു. ശ്വേത എന്നെ സമാധാനിപ്പിച്ചു. എന്താ റീസൺ എന്നുള്ള ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. ഇന്നത്തെ വീഡിയോ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ഐ വിൽ ടെൽ യു ഇൻ ടുമോറോസ് വീഡിയോ. ഞാൻ രാവിലെ ചെക്കൗട്ട് ചെയ്തിട്ട് ബാഗ് റിസപ്ഷനിൽ വെച്ചിട്ട് നമുക്ക് ബെൽഗ്രേഡിലെ കുറച്ച് കാഴ്ചകൾ കാണാനായിട്ട് പോകാം. ഞാൻ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ നിറച്ച് പോലീസുകാർ. വണ്ടിയൊന്നും റോഡിലൂടെ പോകുന്ന കാണുന്നില്ല. ഇവിടെ കുറച്ച് ടാക്സികൾ നിർത്തിയിട്ടതേ ഉള്ളൂ. എന്താ സംഭവം എന്ന് നോക്കിയപ്പോഴാണ് അവിടെ റിപ്പബ്ലിക് സ്ക്വയറിനടുത്ത് ഞാൻ താമസിക്കുന്നത്. അവിടെ വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടെ ആ ഭാഗത്തേക്കാണ്. ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. ആൾക്കാരൊക്കെ ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അതായത് വിസിലൊക്കെ അടിച്ച് മറ്റേ ഇതൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. സ്റ്റുഡൻസാണ് മൊത്തം. സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റാണെന്ന് തോന്നുന്നു. എന്താ സംഭവം അറിയില്ല. ഭയങ്കര വലിയ ക്രൗഡിനെ കാണാം എനിക്ക് മുമ്പിൽ. ഞാനിപ്പോൾ അവരോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. എന്തോ ഇത്, എൻ്റെ ദൈവമേ, എന്നെ നോക്കിയാണോ എല്ലാവരും കൈയടിക്കുന്നത്? അറിയില്ല. ഞാൻ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിൽ വന്ന് കയറിയതാണല്ലോ. ഇത് ഭയങ്കര കേട്ടോ. എല്ലാവരും ജനത മൊത്തം ഇറങ്ങിയിരിക്കുകയാണ് ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്. എന്താ റീസൺ എന്നുള്ളത് ഞാൻ പറയാമേ. ഓ മൈ ഗോഡ്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ മേൽക്കൂര അടർന്നു വീണു. 10-15 പേര് മരിച്ചു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗവൺമെൻറ്റിനെതിരെ, അതായത് ഇവർ മുഴുവൻ മറ്റേ കറപ്ഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനെതിരെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭമാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്, ഞാനിങ്ങനെ അറിയുന്നുണ്ട്. പക്ഷേ ഇത് ഇത്ര ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു പ്രക്ഷോഭമാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. രക്ഷയില്ല കേട്ടോ അത്. അതായത് ഒരു ട്രെയിൻ സ്റ്റേഷനിലുണ്ടായ ഒരു ട്രാജഡി ഇവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള അലക്സാണ്ടർ വ്യുക്കിക് എന്ന് പറഞ്ഞ വ്യക്തിക്ക് തിരിച്ചടിയായത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. എൻ്റെ പൊന്നോ. ഇവിടെ ബെൽഗ്രേഡിനടുത്ത്, ബെൽഗ്രേഡിൽ ഒരു 1-2 കിലോമീറ്റർ 1-2 മണിക്കൂർ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നോവി സാഡെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമെത്തും. ഈ നോവി സാഡിൽ റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ ഒരു കനോപ്പി തകർന്നു വീണു. ആ കനോപ്പി തകർന്നു വീണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയൊരു കനോപ്പിയായിരുന്നു. ആ ഉണ്ടാക്കിയ കനോപ്പി തകർന്നു വീണ് 15 ആളുകൾ, അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്ന 15 യാത്രക്കാർ കൊല്ലപ്പെടുകയുണ്ടായി.
അപ്പോൾ ആ കൊല്ലപ്പെട്ടതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇവിടുത്തെ പ്രക്ഷോഭം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആരംഭിച്ചത്. ഇവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള അലക്സാണ്ടർ വ്യൂക്കിക് എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ 12 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൈന ബന്ധവും അതേപോലെ തന്നെ ചൈനീസ് കമ്പനികളുമായിട്ടൊക്കെ ചേർന്ന് ഇവർ ചെയ്യുന്ന കുറേ കറപ്ഷനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാരണമാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയനാണ് സത്യം പറഞ്ഞാൽ റോഡുകളൊക്കെ ഉപരോധിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റുകൾ ആരംഭിച്ചത്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും പുറത്തുവിടുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പണിഷ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് അതിനെതിരെ ഇതുവരെ കാര്യമായിട്ട് ചെവിയൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പം പല നഗരങ്ങളിലും പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. പ്രൊട്ടസ്റ്റുകൾ സമാധാനപൂർവ്വമാണ്, അങ്ങനെ കാര്യമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ വണ്ടികളൊക്കെ തടഞ്ഞിട്ടിട്ടുണ്ടല്ലോ. ഇന്നെൻ്റെ പോക്കൊക്കെ പണിയാവുമെന്നാണ് തോന്നുന്നു മിക്കവാറും. നമുക്ക് എന്തായാലും മുന്നോട്ട് നടന്നു നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇവിടെ വണ്ടിയെല്ലാം തടഞ്ഞിട്ടിരിക്കുകയാണ്. വോളണ്ടിയേഴ്സ് ഉണ്ട്, പോലീസുകാർ പോലും അല്ല, വോളണ്ടിയേഴ്സാണ്. നോക്കി ഫുള്ള് ബസ്സും അതും ഇതെല്ലാം തടഞ്ഞിട്ടിരിക്കുകയാണ്. ഈ റിപ്പബ്ലിക് സ്ക്വയർ കാണാൻ വേണ്ടിയാണ് രാവിലെ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ളൊരു സംഭവമായിട്ട് എനിക്കിത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ എത്രയും പെട്ടെന്ന് ഈ രാജ്യം വിടണം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോണൊക്കെ അടിക്കുന്നു, എന്ത് സംഭവം? ആൾക്കാരൊക്കെ അവിടെ ഇടയ്ക്ക് കയറി നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ശരിക്കും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമൊക്കെ നമുക്കിവിടെ പുറത്ത് നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. എനിക്ക് ഇത് കണ്ട പോലീസ് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് വഴിയൊക്കെ, ആരും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി. നടന്ന് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ, അത്തരത്തിൽ മാറ്റിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവരിനിയിപ്പോൾ ഇവിടെ നിന്ന് ജാഥയായിട്ട് മുന്നോട്ട് എവിടെയോ പോകാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ചെറിയ ആൾക്കാർ മുതൽ കൊച്ചു പിള്ളേർ മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ ഇവർ എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ തണുപ്പത്തെ ഇത്രയും ഒക്കെ പ്രതിഷേധിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം ജനവികാരം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. റിപ്പബ്ലിക് സ്ക്വയറിലെ പ്രിൻസ് മൈക്കലിൻ്റെ പ്രതിമയാണ് ആ കാണുന്നത്. പ്രിൻസ് മൈക്കൽ എന്ന് പറയുന്നത് ആധുനിക സെർബിയയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ഒരു രാജകുമാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഇവിടെ റിപ്പബ്ലിക് സ്ക്വയറിലുള്ളത്. ആ പ്രതിമയുടെ ചുറ്റിനുമാണ് ഇവരെല്ലാവരും നിന്നിവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ശൂളം അടിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. വിസിലുണ്ട് എല്ലാവരുടെയും കയ്യിൽ, വിസിലടിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. അവർ പ്രൊട്ടസ്റ്റ് ബാനർ എന്നെ കാണിച്ചു തരികയാണത്. Sorry? Are you talking about? Yeah, like what exactly is the reason behind this? What is the reason? Oh, you don't know? No, I don't know. We support students because we are all retirement people. Then we decide to support them because they support us. Okay. That's why we are Is it because of the railway station incident? Yes. Okay. Definitely. Okay. It's Okay. in New Okay. Novi Sad. Understood. That's because. Okay. Yes. Everything is because of government. What is Okay. not normal anymore. Okay. Where are you from originally? I'm from India. I'm a tourist here, India. so I came to see the Republic Square and luckily I could. Yeah. I have a lot of friends in New York. Okay. I am from New York. You are from New York? Yeah. Anyway, all the best. Yeah, see you. ഇവരെല്ലാവരും പ്രായമായിട്ടുള്ളവർ അവർ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുകയാണല്ലോ. ഞാനിവിടെ തൽക്കാലം തടി ഊരാം. കാരണം നമ്മളിവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റ് ഇടയ്ക്ക് കയറി ഇങ്ങനെ നിൽക്കുന്നത് ശരിയായ നടപടിയല്ല. ഞാൻ ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുകയോ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാനിത് ഇവിടെ ഈ റിപ്പബ്ലിക് സ്ക്വയർ കാണാൻ വന്നപ്പോഴത്തേക്കിനും ഞാനിവിടെ പ്രൊട്ടസ്റ്റ് കണ്ടത് മാത്രമാണ്. ദിസ് പ്ലേസ് ഈസ് നോട്ട് സേഫ് ഫോർ എനിത്തിങ് നൗ. ഇപ്പോൾ ഇത് സുരക്ഷിതമല്ല, താൽക്കാലിക പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ ഇത് യാത്ര ചെയ്യാൻ സുരക്ഷിതമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ബെൽഗ്രേഡ് ക്യാപിറ്റൽ സിറ്റി, ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. ദ ഓൺലി ജനസൈഡ് ഇൻ ദ ബാൽക്കൻ വാസ് അഗെയിൻസ്റ്റ് ദ സെർബിയാസോ. അടിപൊളി. ശരി, ഒന്നും പറയുന്നില്ല. ചരിത്രം ഞാൻ കുറേ കാര്യങ്ങൾ പുസ്തകം എഴുതുമ്പോൾ ഇവിടെ നിന്ന് പലതും പറയാൻ പറ്റില്ല. സെർബിയക്കാർക്കെതിരെയാണ് ബാൽക്കനിൽ ഏറ്റവും കൂടുതൽ കലാപം നടന്നതെന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സെർബിയക്കാർ അത്ര വലിയ മോശപ്പെട്ട ആൾക്കാരും അല്ല. പിന്നെ വേറെ കാര്യം, നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം ഇല്ലേ, ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയത്
സെർബിയക്കെതിരെയാണ്. അതായത് ഓസ്ട്രിയ ഹംഗറിയും കൂടെ ചേർന്ന് സെർബിയക്കാരാണ് മറ്റേ അവിടെ സരയൂ നഗരത്തിൽ വെച്ചിട്ട് മറ്റേ അവരുടെ ആർച്ച് ഡ്യൂക്കിനെ കൊന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയത്. അപ്പോൾ സെർബിയക്കാർ കൊന്നെന്നും പറഞ്ഞുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂറോപ്പ് മൊത്തം ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ. യൂറോപ്പ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊല വിളിച്ചും കൈയടക്കിയും പിടിച്ചുമൊക്കെയാണ് യൂറോപ്പിൽ പല സംഭവങ്ങളും പണ്ട് മുതൽ നേടിയിട്ടുള്ളത് പല ആൾക്കാരും. എന്തായാലും ഇത് ഭയങ്കര കഷ്ടമായിപ്പോയി. ശരിക്കും ആ റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ പുറകിലുള്ള ഈ ഒരു ഏരിയ ഒക്കെ സംഭവം സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു വാക്കിംഗ് സ്ട്രീറ്റും പിന്നെ ഒരു ഹാപ്പനിങ് പ്ലേസും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന കാരണം ഇവിടെ കംപ്ലീറ്റ് ഇത്തരത്തിലിങ്ങനെ നടക്കുകയാണ്. ആ ബഹളം കേട്ടോ നിങ്ങൾ അവിടുത്തെ? ഞാനവിടെ ഇങ്ങോട്ട് നീങ്ങി, കാരണം അവിടെ വല്ല പോലീസ് നമ്മുടെ നാട്ടിൽ ജലപീരങ്കി അറ്റാക്കും പിന്നെ വെടിവെപ്പും വെടിവെപ്പ് ഇവിടെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ ദൈവമേ ജീവനിൽ കൊതിയുണ്ട് ഗായ്സ്. അയ്യോ, ഞാൻ ഈ ട്രിപ്പ് പൂർത്തിയാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. എൻ്റെ ഈ ട്രിപ്പ് ഫ്ലോപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റും പറഞ്ഞ് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഈ ട്രിപ്പ് തീർക്കും. അതിപ്പം എൻ്റെ വീഡിയോ KLTVKയുടെ ബാക്കിയുള്ള വീഡിയോ ആരും കണ്ടില്ലെങ്കിലും ഞാൻ ഈ ട്രിപ്പ് തീർക്കും. ഇനി അഥവാ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് ഞാൻ തീർക്കും. വീഡിയോ ചെയ്ത് കാണിക്കുക എന്നുള്ളതിലുപരിയായിട്ട് യാത്ര എന്നുള്ളൊരു കാര്യത്തെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ വ്യക്തിയാണ് ഞാൻ. ഒരു ട്രിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ ട്രിപ്പ് എന്ത് വില കൊടുത്തും പൂർത്തിയാക്കണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ദൈവം സഹായിച്ച ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ട്രിപ്പ് ഞാൻ തീർത്തിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷെങ്കൻ വിസ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഷെങ്കൻ വിസ എന്താണെന്നറിയാത്തവർ ഞാൻ ഈ ട്രിപ്പ് ചെയ്യുന്നതിനെ പറ്റി അറിയത്തില്ല. ഷെങ്കൻ വിസ ടൂറിസ്റ്റ് വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6 മാസത്തിൽ ഷെങ്കൻ രാജ്യത്ത് ആകെ നിൽക്കാൻ പറ്റുന്ന 90 ദിവസം മാത്രമാണ്. പരമാവധി 90 ദിവസത്തിൽ നിൽക്കാൻ പറ്റില്ല. ഈ 90 ദിവസത്തിൽ കുറേ ദിവസം നമ്മളിവിടെ ഓൾറെഡി നിന്ന് കഴിഞ്ഞു. പിന്നെ മാത്രമല്ല എൻ്റെ വിസ മാർച്ച് അവസാനത്തോടുകൂടി എക്സ്പയർ ആവും. അപ്പോൾ നമുക്ക് അധികം ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ 30 രാജ്യങ്ങളാണ് ഷെങ്കനിലുള്ളത്. 30 രാജ്യങ്ങളും പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളും എൻ്റെ ബാൽക്കൻ രാജ്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 32-33 രാജ്യങ്ങളുണ്ട്. ഈ 33 രാജ്യങ്ങൾ 90 ദിവസം എന്ന് പറഞ്ഞാൽ ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ അത്രേ പറ്റുള്ളൂ. ഞാനിത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ യാത്ര അല്ലല്ലോ, മനസ്സിലായില്ലേ? ഇനീഷ്യലി സൗത്ത് ഈസ്റ്റ് ഏഷ്യ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, പക്ഷേ ഇവിടെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സമയമല്ല ഇത് വിൻ്ററാണ്. ഈ സമയത്ത് യൂറോപ്പ് കാണാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന കാഴ്ചകൾ യൂറോപ്പിൽ കിട്ടില്ല. ഇവിടെ ഞാൻ പച്ചപ്പ് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് ഞാൻ എന്ത് പച്ചപ്പ് വിൻ്ററിൽ കാണിക്കും എന്നാണത് മനസ്സിലാകാത്തത് ആളുകൾക്ക്. സ്വിറ്റ്സർലാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം മഞ്ഞ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല ഇപ്പം. അപ്പോൾ ഈ രാജ്യത്ത് വരേണ്ട സമയത്തല്ല ഞാൻ വന്നത്, അതെൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ ട്രാവൽ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിറങ്ങി എൻ്റെ യാത്ര എനിക്ക് തീർക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതിനെപ്പറ്റി ആളുകൾ മനസ്സിലാവാതെ ഞാനിങ്ങനെ ഓട്ടപ്രദർശനം നടത്തുകയെന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ് പറയാനില്ല. KLTVK യാത്രയിൽ കേരളം മുതൽ UK വരെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് എല്ലാ രാജ്യങ്ങളും കവർ ചെയ്യുക എന്നുള്ളതാണ് ഈ യാത്രയുടെ എയിം. അല്ലാതെ ഇവിടെ പോയിട്ട് ഈച്ച് ആൻഡ് എവറി പ്ലേസസ് കവർ ചെയ്യുക എന്നുള്ളതല്ല ഈ യാത്രയുടെ എയിം. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കൂ ദൈവത്തെ ഓർത്ത്. ഇവിടെ എന്താ സംഭവം എന്നറിയാമോ? ഇവിടെ 2 സ്ഥലത്തായിട്ട് സമരക്കാരെ പോലീസുകാർ നിർത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ വേറെ സ്ഥലത്തുനിന്ന് ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെയും സമരക്കാരാണ്. അതായത് എനിക്കിവിടെ സൈറ്റ് സീയിങ്ങിന് പോകാനായിട്ട് ഒരു വണ്ടി പോലും കിട്ടാത്ത രീതിയിൽ ഞാൻ ആക്ച്വലി പെട്ടിരിക്കുകയാണ്. എനിക്ക് ബസ്സോ ഒരു ടാക്സിയോ ഒന്നും കിട്ടുന്നില്ല. ഞാൻ കുറേ നോക്കി, നമുക്ക് ഇവിടെ ബെൽഗ്രേഡ് കാണണ്ടേ, ബെൽഗ്രേഡ് നഗരം കാണണ്ടേ, ഇത് കാണാനായിട്ട് പോകാനായിട്ട് ഞാൻ കുറേ തപ്പിയിട്ട് എനിക്കൊരു വഴി നടക്കുന്നില്ല. ഇവിടെ സമരക്കാർ നിൽക്കുന്നത് കണ്ടോ, കംപ്ലീറ്റ് സമരക്കാരാണ്. അപ്പുറത്തൊരു ലോഡ് സമരക്കാരുണ്ട്, അത്രയും തന്നെ സമരക്കാർ ഇപ്പുറത്തും ഉണ്ട്. ഞാനിവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ ബസ്സൊന്നും വരാൻ പറ്റില്ലല്ലോ. അവിടെ ജലപീരങ്കിയോ എന്തോ സംഭവം, അല്ല ബസ്സൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ, ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക മൊത്തത്തിൽ. പോയി നോക്കട്ടെ. അതിനിടയ്ക്ക് ധാരാളം TV-കാരും മീഡിയക്കാരും എല്ലാവരും ഉണ്ട്. എന്താ അവർ പറയുന്നത് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇതിന് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് സമരം ചെയ്യുന്നത് അല്ലേ? അലമ്പും ബഹളവും പരിപാടികളൊന്നുമില്ല, ഓർഗനൈസ്ഡ് ആയിട്ടാണ് സമരം ചെയ്യുന്നത്. കണ്ടോ, നല്ല കാറ്റ്, നല്ല തന്നെ തണുപ്പാ. ഇവിടെ മൊത്തം പിള്ളേരെ ഇവിടെ ഫുൾ കുട്ടികൾ. ഇവിടെ ബസ്സൊക്കെ കിടക്കുന്നുണ്ടല്ലേ. ദൈവമേ, ബസ്സൊന്നും ഓടാതെ കൊണ്ട് എങ്ങനെ നമ്മൾ പോവും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എങ്ങനെ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകും? ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പോവും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഫുൾ പടിയാണ് സുഹൃത്തുക്കളെ. പെട്ടു.
ബസ്സിൻ്റെ മോഡൽ കണ്ടോ, ബസ്സിൻ്റെ മോഡലും പൊക്കിക്കൊണ്ട് പോകുന്നത്. നമ്മളവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ ബസ് അടിച്ച് പൊളിക്കും, പിന്നെ ഇപ്പോൾ നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യും ഇല്ലേ. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യത്തില്ല ആരും. പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യത്തില്ല. എല്ലാവരും ആ കാര്യത്തിൽ മിടുക്കരാണ്. പിന്നെ ഗ്രാഫിറ്റിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് അങ്ങനെയല്ലല്ലോ. എന്തായാലും ബസ്സിൻ്റെയൊക്കെ മറ്റേ ഡമ്മിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ ആൾക്കാർ. എന്തായാലും സൈറ്റ് സീയിങ് കണ്ടില്ലെങ്കിൽ എന്താ, വ്യത്യസ്തമായ പ്രൊട്ടസ്റ്റ് കാഴ്ചകൾ നമുക്ക് കാണാമല്ലോ. കാരണം സൈറ്റ് സീയിങ് ഒക്കെ നമുക്ക് എപ്പോൾ വന്നാലും കാണാൻ പറ്റുമല്ലോ. നമ്മളെന്തായാലും ഈ രാജ്യങ്ങളിലൊക്കെ ഇനിയും വരേണ്ടതാണ്. അപ്പോൾ അത് കാണാതെ കണ്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ ഈ രാജ്യം നമുക്കിപ്പോൾ എന്താണോ സമ്മാനിക്കുന്നത് അത് നമുക്ക് കാണാം. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യാം. ഞാനപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള പ്ലാനുകൾ ഞാനിങ്ങനെ നോക്കുകയാണ്. എനിക്കിവിടെ നിന്ന് നോർത്ത് മസിഡോണിയയിലേക്കാണ് പോകേണ്ടത്. അവിടെ നിന്ന് എനിക്ക് കൊസോവോ പോകണം. കാരണം സെർബിയയ്ക്കുള്ളിലാണ് കൊസോവോ എന്ന് പറയുന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ കൊസോവോനെ ഇതുവരെ ഒരു രാജ്യമായിട്ട് സെർബിയയോ മറ്റുള്ള രാജ്യങ്ങളോ ഒന്നും അംഗീകരിച്ചിട്ടില്ല. ഈവൻ നോർത്ത് മസിഡോണിയ പോലും പുതിയൊരു രാജ്യമായി എന്നുണ്ടെങ്കിലും അതിപ്പോഴും സെർബിയയുടെ ആണെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഇന്നലെ ഞാൻ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ ടാക്സിക്കാരനോട് പറഞ്ഞത് മസിഡോണിയ ഞങ്ങളെയാണ്, അത് വേറെ രാജ്യമൊന്നുമല്ല, സെർബിയയുടെ ആണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ സെർബിയയിൽ വന്നിട്ട് നമുക്ക് കൊസോവോ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർബിയയിൽ നിന്ന് നേരെ കൊസോവോയിലേക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇമിഗ്രേഷനിൽ നിന്ന് എക്സിറ്റ് ആവില്ല. അപ്പോൾ നമ്മളിവിടെ ഓവർസ്റ്റേ ആയി മാറും. നമുക്ക് സെർബിയയിൽ നിന്നും മസിഡോണിയയിലേക്കോ അല്ലെങ്കിൽ അൽബേനിയയിലേക്കോ ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് കൊസോവോയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വീണ്ടും തിരക്കിനിടെ വന്ന് പെട്ടല്ലോ, അടിപൊളി. ഇനി എങ്ങോട്ടാണ് പോവുക? അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിന്ന് മസിഡോണിയ പോയിട്ട് മസിഡോണിയയിൽ നിന്നും ഞാൻ കൊസോവോയിലേക്ക് പോകും. കോസോവോയിൽ പോയിട്ട് തിരിച്ച് വീണ്ടും മസിഡോണിയയിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് ഗ്രീസ് പോകണം. അങ്ങനെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രാജ്യങ്ങൾക്കിടയിൽ യൂറോപ്പിൽ മറ്റേ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ സെർബിയാണ്. ഈ സെർബിയ മൊത്തത്തിൽ പ്രശ്നമാണ് കേട്ടോ. ഇവിടെ ഈ ഏരിയ മൊത്തം സെർബിയ, കൊസോവോ, അടിപൊളി. അപ്പോൾ ഇവർ പ്രൊട്ടസ്റ്റുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി തുടങ്ങി. ഞാനിപ്പോൾ അവരുടെ കൂടെ സൈഡിൽ കൂടെ ഇങ്ങനെ നീങ്ങുകയാണ്. ബസ് സ്റ്റോപ്പിലൊക്കെ ആളുകളിങ്ങനെ സമരം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളിവരുടെ സമര രീതി ശ്രദ്ധിച്ചോ? ഒച്ചയും ബഹളവും വിളിച്ച് അഗ്രസീവ് ആവുന്നില്ല. അവരവരുടെ അമർഷം വിസിൽ മുഴക്കി കാണിക്കുകയാണ് അവരുടെ അമർഷം. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇങ്ങനെ വിസിലടിച്ച് അവരവരുടെ അമർഷം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? അതാണ് അവർ ചെയ്യുന്നത്. ആ സമരക്കാർക്കിടയിൽ ഒരു പോലീസുകാരൻ പോലും ഇല്ല. അവർ ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല. സമരക്കാർക്കിടയിൽ അവരവരുടെ സംയമനത്തോടു കൂടി അവരിങ്ങനെ അവരുടെ പ്ലക്കാർഡുകളും പിടിച്ച് വിസിലടിച്ച്, ചിലർക്കത് ഫണ്ണാണ്, ചിലർക്കത് അവരുടെ വികാരം, അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ വികാരം ഇങ്ങനെ പൊട്ടി ഒലിച്ച് വരും. കണ്ടുകൊണ്ട് നിൽക്കുന്നവരും വിസിലടിക്കുന്നുണ്ട്, ചിലർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വീൽ ചെയറിൽ വരെ സമരത്തെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ടോ. ഞാനേ സുല്ലിട്ട് ഞാൻ ഈ ഭാഗത്തുനിന്ന് പോവാം. ഞാനിവിടെ ഒരു കോപ്പിൽ നിൽക്കുന്നില്ല. ദൈവമേ, ഇതിപ്പോൾ സമരം നീണ്ട് ഞാൻ പോകുന്നിടത്തുള്ള സമരം ആയല്ലോ. ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് നടക്കുകയായിരുന്നു. അവിടെ സമരമാണ് മൊത്തത്തിൽ എല്ലായിടത്തും സമരമാണെന്ന് തോന്നുന്നു. പക്ഷേ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കടയൊക്കെ ഓപ്പണാണ്. ആരും ഇല്ലെങ്കിലും കടകളൊക്കെ ഓപ്പണാണ് എല്ലായിടത്തും. അടിപൊളി. ഈ സമരത്തിൻ്റെ വോളണ്ടിയേഴ്സാണ് ഈ മുമ്പിൽ കാണുന്നത്. ഒരു പോലീസുകാരല്ല, പക്ഷേ ഒരു സമരത്തിൻ്റെ വോളണ്ടിയേഴ്സാണ്. അതായത് ഈ സമരം എന്താ പറയുക, അതിര് കടക്കാതിരിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ സമരം ഇങ്ങനെ എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ വരെ എത്തി. ഇവിടെ എല്ലാം ഫുൾ വിജനം. പെട്ടു ഗൈസ്. ഇവിടെ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മിക്കവാറും ഇവിടെ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഞാൻ നാളെ പറയാം. ബൈ.